ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. കാരണം ഒരു 3 മാസമായിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് ഫസ്റ്റ് ട്രൈമസ്റ്റർ ഫുള്ള് വോമിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ പതിയെ സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് കടന്നിരിക്കുന്നു. എന്നാലും മാറിയിട്ടൊന്നുമില്ല. എന്നാലും വല്ലപ്പോഴൊക്കെ ഛർദ്ദിക്കും. എന്നാലും കുഴപ്പമില്ല. എനർജി ലെവലൊക്കെ പതിയെ വരുന്നുണ്ട്. പിന്നെ ഞാനും എന്നെ തന്നെ ഒന്ന് പുഷ് ചെയ്യാമെന്ന് ഓർത്ത് എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന വീഡിയോ ഉണ്ട്. കാരണം ഞാനിങ്ങനെ ഇരുന്ന് പുറത്തേക്ക് പോലും ഇറങ്ങാത്തൊരവസ്ഥയിലേക്കായി കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പതിയെ ഇത് ഭയങ്കര വൈറലായിരുന്നു കേട്ടോ. ഈ നോസ് ട്രിപ്പ് വന്നിട്ട് നല്ലപോലെ ഡേർട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുതന്നെ. ഇപ്പം നമുക്ക് കൂടുതൽ ടൈം തന്നെ ഇരിക്കില്ല. ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുക, 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്താൽ നല്ലപോലെ ഡേർട്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് നനച്ച് കൊടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ അത് വർക്കാവുള്ളേ. ആ ഒരു വർക്ക് നല്ലപോലെ എടുക്കുന്നുണ്ട്, കൊള്ളാം. നല്ല വൈറലായിരുന്നു. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പിന്നെ ഒന്ന് മേലൊക്കെ കഴുകി ഓടി വന്നിട്ടോ. അപ്പം നമ്മൾ ഇന്ന് മാർച്ച് 19 കേട്ടോ. അപ്പോൾ പള്ളി പോകാതിരിക്കാൻ വയ്യ. അപ്പം ഇന്നൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം എന്നോർത്ത് ഞാൻ ഇറങ്ങുവാണ് കേട്ടോ. ചേട്ടൻ പള്ളിയിലുണ്ട്, എന്നാലും ഒറ്റക്ക് ആദ്യമായിട്ടാണ് കേട്ടോ പോകണം. എന്താകും എൻ്റെ അവസ്ഥയെന്ന് എനിക്കറിയില്ല. ഇതുണ്ടല്ലോ, ഞാൻ 2 വർഷമായി വാങ്ങിയിട്ട്. ഇനിയും 2 വർഷം കൂടി ഉണ്ട് എക്സ്പയർ ചെയ്ത്. തീർന്നിട്ടില്ല. 2026 ഇത് തീരും. എന്നാൽ ഈ പ്രോഡക്റ്റ് എൻ്റെ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത്രയും പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ. എന്നാൽ ഞാൻ ഡെയിലി യൂസ് ചെയ്യണതുമാണ് ഐബ്രോ. അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് നോക്കാം കേട്ടോ. പിന്നെ മസ്കാരം ഒന്നും കാണാനില്ല കേട്ടോ. എൻ്റെ കയ്യിലൊന്നുമില്ല. എവിടെ പോയി എന്ന് അറിഞ്ഞൂടാ. മേക്കപ്പ് ബോക്സൊക്കെ തന്നെ ഇപ്പോഴാണ് തപ്പിയെടുത്തത് കേട്ടോ. അപ്പോൾ അതേ ജസ്റ്റ് ഒന്ന് അതിൽ പൊക്കത്തൊന്ന് വരച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ണെഴുതുമ്പോൾ തന്നെ പ്രകൃതി ഉണർവ് വരുമായിരിക്കും. കുറേ നാളായിട്ടോ ഞാനിതൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് ലിപ്സ്റ്റിക്ക് പോലും ഇടാറില്ല കേട്ടോ. അതിൻ്റെ സ്മെല്ല് കേട്ടാൽ പോലും ഞാൻ ഇപ്പോൾ വോമിറ്റ് ചെയ്യണ ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കാൻ ട്രൈ ചെയ്തതിന് വല്ല സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ലിപ്സ്റ്റിക്കാണ്. എൻ്റെ കയ്യിലൊക്കെ കൂടുതലും ഇങ്ങനത്തെ ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ എനിക്കും ഇങ്ങനത്തെ ഷെയ്ഡാണ് ചേരണമെന്ന് തോന്നിയിട്ടുണ്ട്. ഡാർക്ക് ഷെയ്ഡിനേക്കാൾ ഇങ്ങനത്തെ ലൈറ്റ് ഷെയ്ഡ്സൊക്കെയാണ് ഇഷ്ടം. ആൻഡ് ഫേസിനൊന്ന് ബ്രൈറ്റ് ആക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഇട്ടേക്കുന്ന ഒരു കോട്ടൻ്റെ ഒരു കുർത്തിയാണ്. നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഇരിക്കും. അതുകൊണ്ട് തന്നെ കോട്ടൺ മതി. നല്ല ലൂസായിട്ടുള്ള ഒരു കുർത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എടുത്തിട്ടേക്കുന്നത്. ഈ വീഡിയോയും ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. അങ്ങനെയാണ് കേട്ടോ. ഒരു ഗ്യാപ്പ് ഇട്ടാണ് ഞാൻ ഈ വീഡിയോസും എടുത്തേക്കുന്നത്. ഞാൻ എന്നെ തന്നെ ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടി ഇട്ട വീഡിയോസാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ എനിക്ക് പെർഫ്യൂമും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. സ്മെല്ല് ആരുടെയും വീട്ടിൽ പോലും ഞാൻ ആരെക്കൊണ്ടും പെർഫ്യൂം യൂസ് ചെയ്യിപ്പിക്കണില്ല കേട്ടോ. അപ്പോൾ ഇത് ചേട്ടൻ ദുബായിൽ നിന്നപ്പോൾ കൊണ്ടുവന്ന ഒരു ബോഡി ലോഷൻ ഞാൻ യൂസ് ചെയ്യാതെ വെച്ചതാണ്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ സ്മെല്ല് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് പ്രശ്നമില്ല കേട്ടോ. ഇപ്പോൾ അതാണ് ഇപ്പോൾ എൻ്റെ കൂട്ട്. പിന്നെ ഈ ഹെയർ ബ്രഷിനോട് കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ. അത് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിയതാണ്. ഹെയർ ഡ്രൈ ഒന്ന് നിങ്ങൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഹെയർ സെറ്റ് ചെയ്തിടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതേപോലത്തെ കുഞ്ഞു നല്ല ടിപ്സും വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ബൈ.